Hi dears, welcome back to my channel. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് യൂട്യൂബിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കഥകളൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ സെൽഫായിട്ട് ചെറുതായിട്ടൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈവൻ ഞാൻ 1.5 വർഷമായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അതും കൂടെ ആണ് എനിക്കൊരു മോട്ടിവേഷൻ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പേര് ഐഷ എന്നാണ്. നാട്ടിൽ കോട്ടയത്താണ് വീട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് യൂറോപ്പിൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം ഒരു 6 വർഷത്തോളമായി നമ്മളിവിടെ ഉണ്ട്. ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൊഫഷണലി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പക്ഷേ ഇപ്പം ഞാൻ കറൻ്റ് വർക്ക് ചെയ്യണില്ല. കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. ഇപ്പം ഞാനിവിടെ ഹെന്ന ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓർഗാനിക് ഹെന്ന കോൺസിൻ്റെയും അതേപോലെ ഓർഗാനിക് ഹെന്ന സപ്ലൈസും ഒക്കെ വെക്കുന്ന ചെറിയൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും വീഡിയോസൊക്കെ ഹെന്ന റിലേറ്റഡ് വീഡിയോസാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഓർഗാനിക് ഹെന്ന ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും നമ്മുടെ ചാനലിൽ കൂടി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോർച്ചുഗൽ വ്ളോഗ്സും ഉണ്ടാവും ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുതായിട്ട് എന്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഈ 1.5 വർഷത്തെ ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സെക്കൻഡ് ബേബീനെ ഡെലിവറി ചെയ്യാൻ പോയ ഒരു ഗ്യാപ്പാണ് കേട്ടോ. ശരിക്കും ഏകദേശം പ്രഗ്നൻസിയുടെ ഒരു 8 മാസം വരെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം നമുക്ക് കൊറോണയുടെ ടൈമായിരുന്നു അന്ന്. ആ സമയത്ത് അതുകൊണ്ട് നമുക്ക് പേരൻസിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്കായിരുന്നു ഡീൽ ചെയ്യേണ്ടി വന്നത്. അതേപോലെ പെട്ടെന്നൊരു എമർജൻസി C-സെക്ഷൻ ചെയ്യേണ്ടി അവിടെ ചെന്നിട്ട് നമുക്ക് റൂമിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ C-സെക്ഷൻ കഴിഞ്ഞിട്ട് ബൈസ്റ്റാൻഡേഴ്സിനെ ആരെയും നിർത്തൂലായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യാം, എല്ലാ ദിവസവും കുറച്ച് ടൈം വിസിറ്റ് ചെയ്യാം, അത് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എല്ലാം നമ്മൾ കുട്ടീനെ നോക്കലും കുട്ടീൻ്റെ ഡയപ്പർ മാറ്റലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പുറകെ ആൾക്കാരുണ്ടാവുമല്ലോ, കുട്ടീനെ എടുക്കാനും നമ്മളെ താങ്ങാനും ഒക്കെ. ഇത് നമ്മൾ തന്നെ നമ്മളെ താങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ 3 ദിവസം ഹോസ്പിറ്റലിൽ നഴ്സുമാരുണ്ട് കേട്ടോ. നഴ്സുമാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ വിളിക്കാനൊരു മടി കാരണം നമ്മൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് തോന്നി ചെയ്യാൻ പറ്റും, എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ അത് അവിടെ കിടന്നു പോയാൽ എനിക്ക് പേടിയായിപ്പോയി. കാരണം സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ കഴിഞ്ഞവർക്കറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ എന്തായാലും കഴിഞ്ഞു. വീട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ ഹസ്ബൻഡ് 1 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു എല്ലാം കൂടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഇടാനും എടുക്കാനുമുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ലായിരുന്നു നമ്മൾ. കാരണം എല്ലാം കൂടെ ഡീൽ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നാട്ടിൽ പോയി ഒരു 2.5 മാസത്തോളം നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ടായി എന്ന് പറയാം. ഇപ്പം മോന് ഏകദേശം ഒരു 1.5 വയസ്സാവാറായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പോൾ കുറച്ചൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള കുറച്ച് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഇനി ഇപ്പോൾ പെരുന്നാളൊക്കെ വരികയല്ലോ. അപ്പം ഹെന്ന ബിസിനസ് തുടങ്ങാൻ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അതേപോലെ ഇവിടുത്തെ വ്ളോഗ്സും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം ഇത്ര നാളും വീഡിയോസ് ഇട്ടില്ലെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ എന്ന് അറിയുമ്പോൾ. പിന്നെ ഈ വീഡിയോ തന്നെ നിങ്ങളിലോട്ട് എത്തുമെന്ന് തന്നെ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ മറന്നുപോയൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഇത്രയും നാളും വീഡിയോ ഇടാത്തതുകൊണ്ട് നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കുറച്ച് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ തരും. അപ്പോൾ നമുക്ക് ചാനൽ കുറച്ചും കൂടെ ഗ്രോ ആകും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതേപോലെ ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പതുക്കെ അതേപോലത്തെ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.